പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും അംബികെ. ഇളയത് 4 ഒഴിവായി തരുമോ? ഇതുവരെ അങ്ങനെ തന്നെയാ കാര്യങ്ങൾ നീങ്ങുന്നത്. പഞ്ചരത്നം വിട്ട് അവര് പോകുന്നു തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എപ്പോ? കല്യാണം കഴിഞ്ഞ ഉടനെ, അതായത് താലി കെട്ടിയതിന് ശേഷം. അവിടെയാണ് അംബികയ്ക്ക് തെറ്റിയത്. നമ്മൾ ഈ പോകുന്ന വഴികൾക്ക് എതിരെയാണെങ്കിലോ അവര് സഞ്ചരിക്കുന്നത്. മനസ്സിലായില്ല. മനസ്സിലാക്കിച്ചു തരാം. എന്നെയും നിന്നെയും അവര് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്ന് വിചാരിക്കണ്ട. ബുദ്ധിയും വിവരമൊക്കെയുള്ള പെമ്പിള്ളരാ. കല്യാണം കഴിഞ്ഞിട്ട് അവര് മറിച്ച് ചിന്തിച്ചാലോ? എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് അവരങ്ങ് തീരുമാനിച്ചാലോന്ന്. ഒടുക്കം ഇനി ചേച്ചിയെ വിട്ട് പോവില്ല എന്നങ്ങ് തീരുമാനിച്ചാലോ? ഒന്ന് ആലോചിച്ചു നോക്ക്. സംഭവിച്ചേക്കാവുന്നൊരു കാര്യമാ ഞാൻ പറഞ്ഞത്. അപ്പോ എന്ത് ചെയ്യണമെന്നാ കലാവതി പറയുന്നത്? കല്യാണത്തിന് മുൻപേ അവരിവിടുന്ന് കെട്ടും ഭാണ്ഡവും മുറുക്കി പോണം അംബികെ. അതിനുള്ള വഴിയാണ് ഒരുക്കേണ്ടത്. ടെൻഷനാവണ്ട, വഴി ഉണ്ടാക്കാൻ കലാവതി. ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാം. 4 പഞ്ചരത്നത്തിന്ന് പോകേണ്ടത് കലാവതിയേക്കാൾ ഇപ്പൊ എന്റെ ആവശ്യം. അതെ, കലാവതിയെ എന്റെ ധൈര്യം. ഞാൻ വഴിയൊരുക്കി തരാം. ബാക്കിയെല്ലാം കലാവതിയുടെ കയ്യില്. വഴി വെട്ടിത്തരുന്നതുവരെ നിന്നെ എനിക്ക് ആവശ്യമുള്ളൂ അംബികെ. പിന്നെ ഒരു കറിവേപ്പില പോലെ നിന്നെ ഞാനെടുത്ത് പുറത്ത് കളയും. ഈ കാശ് മോള് കയ്യിൽ വെച്ചോ. കല്യാണമല്ലേ, ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ളല്ലേ. എനിക്കിപ്പോ കാശിന്റെ ആവശ്യമൊന്നും ഇല്ല മാമ. ആവശ്യത്തിനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് പോരെ മോളെ, ഇത് മാമന്റെ ഉത്തരവാദിത്വമാ. 5.5 ലക്ഷം രൂപയുണ്ട്. ഇത്രേ ഇപ്പം മാമനെ കൊണ്ട് തരാൻ പറ്റുന്നുള്ളൂ. ദേ, സന്തോഷത്തോടെ വാങ്ങിക്ക്. മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ദേ, മേടിക്ക്. ഇതങ്ങോട്ട് പിടിക്ക്. കാശ് മാമന്റെ കയ്യിലുണ്ടായിരുന്നോ, അതോ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയോ? കടം വാങ്ങിച്ചൊന്നും അല്ല. മാമി അറിഞ്ഞിട്ടാണോ? അമ്പി അറിഞ്ഞ സമ്മതിക്കില്ല, അത് മോക്കറിയാവുന്നതല്ലേ. ഇത് വേണ്ടിയിരുന്നില്ല. നാളെ എപ്പോഴേലും മാമി ഇതറിയുമ്പോ പിന്നൊരു പ്രശ്നമാവില്ലേ? മോളിപ്പോ അതൊന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ആട്ടെ, വന്നപ്പോ മോലെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. മോളുടെ മുഖത്ത് എന്താ ഒരു വാട്ടം? നാളെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ്ടല്ലേ, അതിന്റെ സന്തോഷം മുഖത്ത് കാണാത്ത എന്താ? അല്ല, പിള്ളേരൊക്കെ ഇവിടെ പോയി? ആരെയും കാണാനില്ലല്ലോ. അവരകത്തുണ്ട്. പിന്നെന്ത് പറ്റി? ആരെയും പുറത്തേക്ക് കാണുന്നില്ലല്ലോ. സാധാരണ അങ്ങനെ അല്ലല്ലോ. ഞാനൊന്ന് വഴക്ക് പറഞ്ഞെന്റെ പിണക്കത്തില അവര്. അത്രേ ഉള്ളൂ. മോളത് കാര്യമാക്കണ്ടേ. അവർക്ക് നല്ല വിഷമം കാണും. ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് ചേച്ചിക്ക് പുതിയൊരു അവകാശം വരുമ്പോ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായി പിണക്കമൊക്കെ. അല്ലെങ്കിൽ തന്നെ നീ ഒരു വഴക്ക് പറയാൻ തെറ്റ് കണ്ട ശിക്ഷിക്കാത്തതുമാണോ? ഇത് ഞാൻ പറഞ്ഞ എന്നാ കാര്യം? മാമൻ അറിഞ്ഞതായിട്ട് വെക്കണ്ട. മാമൻ ഇടപെട്ട് സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾ ചേച്ചി അനിയത്തിമാരെ തമ്മിലുള്ള പ്രശ്നം നിങ്ങളോട് തന്നെ തീർത്താൽ മതി കേട്ടോ. ഇതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ട. നല്ലത് മാത്രം മനസ്സിലാലോചിക്കേ. അമ്മയുടെ ആത്മാവ് കൂടെ ഉണ്ടാവുമെന്നങ്ങ് വിചാരിക്കേ. പിന്നെ നാളെ സുമേഷ് കാറുമായിട്ട് വരും. ദേ, 2 പേരോടെ പോയി ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുക്ക് കല്യാണത്തിന്. ഈ കാശ് അതിനൊക്കെ മതിയാവും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുറവും വരരുത്. മാമൻ എപ്പോഴും കൂടെ ഉണ്ടാവും.
അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നടത്തും. അവളിപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എത്രമാത്രം സന്തോഷിച്ചേനെ. അതിനുള്ള വിധിയില്ലാതായിപ്പോയി.